لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ഇസ്ലാമിക വിഷയം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ, അവർക്ക് നമസ്കരിക്കാമോ പറ്റില്ല എന്നതാണ് ചർച്ചയുടെ മർമ്മം. ചില കാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു ചർച്ച ഇപ്പോൾ രണ്ടാമതും നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിലൊക്കെ ഇസ്ലാമികമായ നിലപാട് സാന്ദർഭികമായി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എന്താണ് ഇസ്ലാം ഈ കാര്യത്തിലൊക്കെ പറയുന്നത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നതിന് ശേഷമാണ് ജുമുഅ നമസ്കാരം ആരംഭിക്കുന്നത്. റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോയി അവിടെ എത്തുന്നതിന് മുമ്പ് റസൂൽ നിയോഗിച്ച പ്രബോധകനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന സഹാബി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജുമുഅ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ രീതിയിൽ അദ്ദേഹം തുടങ്ങി. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യമായിട്ട് ഇപ്പോഴത്തെ മദീന പള്ളിയോട് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്ത് ബനു സാലിം എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അതൊക്കെ റസൂൽ മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടു വന്നതാണ്, പ്രബോധനം ചെയ്തുണ്ടാക്കിയതാണ്. ആ പള്ളിയിലാണ് റസൂൽ ആദ്യമായിട്ട് ജുമുഅ തുടങ്ങുന്നത്. ആ ജുമുഅക്ക് പുരുഷന്മാരും സ്ത്രീകളും അടക്കം ധാരാളം ആളുകൾ, അന്നുള്ള അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് മസ്ജിദ് നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദ് നബവി പണി കഴിയുന്നത്, രൂപപ്പെട്ടു വരുന്നത്. ആ പള്ളിയിൽ ജുമുഅ നമസ്കാരം തുടങ്ങിയ ആ നാൾ മുതൽ ഈ നാൾ വരെയും ഇന്നോളം
പുരുഷന്മാർ പള്ളിയിൽ പങ്കെടുക്കുന്നത് പോലെ സ്ത്രീകൾക്ക് കഴിയുന്ന വിധത്തിൽ അവരും പള്ളിയിൽ ജമാഅത്തുകളിലും മറ്റു കാര്യങ്ങളിലും എഴുത്തികാഫുകളിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നമ്മൾ അറിയുന്ന ഭാഗങ്ങളിലൊക്കെയും മുസ്ലിം പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ വരുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. പ്രത്യേക തടസ്സമൊന്നും ആർക്കും എവിടെയുമില്ല. പക്ഷെ എന്തോ കാരണത്താൽ നമ്മളുടെ കേരളത്തിൽ മാത്രം, ലോകത്ത് എവിടെയും അതില്ല എന്നാണ് നമ്മളുടെ അറിവ്, കേരളത്തിൽ മാത്രം സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന ഫത്വയുണ്ട്. പള്ളിയിൽ പോകുന്നതിന് വിരോധമല്ല എന്നൊന്നുമല്ല, ഇവിടുത്തെ മഹാപണ്ഡിതന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ നൽകുന്ന ഫത്വയിലൊക്കെ ഉള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്നാണ്. പള്ളി ഹറാമാണ്, നിസ്കരിക്കാൻ പള്ളിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല എന്നാണ്. ജമാഅത്തിന് പോകാൻ കഴിയില്ല, ജമാഅത്തിനൊന്നും നമസ്കരിക്കാൻ പറ്റില്ല, മറ്റു ആവശ്യങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല. ഒരു വിഷയത്തിൽ ഒരു കാര്യം ഹറാം ഹലാൽ എന്ന് വിധിക്കേണ്ടത് നമ്മൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യം, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ആ വിഷയത്തിൽ അത് ഹറാമാണെന്ന് പറയണം, അപ്പോൾ നമുക്ക് ഹറാമാണെന്ന് പറയാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയണം സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ്, വരാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ വന്നാൽ നമ്മൾക്ക് ഹറാം പറയാം. ആ രണ്ട് അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇസ്ലാമിൽ ഒരു വിധി ഹറാമാണ്, അല്ലെങ്കിൽ നിയമമാണ്, വിധിയാണ്, വിലക്കാണ് എന്നൊക്കെ പറയാൻ അവകാശമുള്ളൂ. ആർക്കും, ഒരു പണ്ഡിത സഭക്കും ഒരു വ്യക്തിക്കും ഒന്നും അതിന് നിയമം പറയാൻ അവകാശമില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ സ്ത്രീകളുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവുമില്ല. ഖുർആനിൽ അങ്ങനെ ജുമാക്ക് പോകണോ പോകണ്ടേ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയില്ല, പൊതുവായ പരാമർശങ്ങളേ ഉള്ളൂ. ഒരു സംഭവം ആ വിഷയത്തിലുള്ളത്, മറിയം ബീവി എന്ന് പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ മാതാവ് പള്ളിയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിന് കാരണം, മറിയമിൻ്റെ മാതാവ് അവൾ ഗർഭം ചുമക്കുന്ന സമയത്ത് ഇന്നി നദർതു മാ ഫീ ബത്നി, അവർ പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു. പള്ളിയിൽ കൊടുക്കാൻ പള്ളിയിലെ സേവനത്തിന് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു എന്നാണ്. ആ നേർച്ച വീട്ടണമല്ലോ. പ്രസവം കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞാണ്, നേരത്തെ അറിയില്ല. അവർ പറഞ്ഞു, വലൈസ ദഖറു കല്ലുൻസ, ആണുപോലെ അല്ലല്ലോ പെണ്ണ്. പക്ഷെ നേർച്ച നിർവഹിച്ചു. മറിയം അവരുടെ പള്ളിയിൽ, ഫലസ്തീനിലാണ് ആ പള്ളിയിൽ ആ പള്ളിയിലാണ് താമസിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും പള്ളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫർക്കഈ മഅർ റാഖീൻ, ഖുർആൻ അവരോട് പറയുന്ന, അവരോട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ഖുർആനിൽ വന്നിരിക്കുന്നത്, നീ നമസ്കരിക്കുക, റുക്കൂഴും സുജൂദൊക്കെ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂഴും സുജൂദും ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാർ റുക്കൂഴ് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ വനിതയായ നീയും എന്ത് ചെയ്യണം, അത് ചെയ്യണമെന്നാണ്. സക്കരിയ അലൈഹിസ്സലാം ആ പള്ളിയിലായിരുന്നു, അത് ഇവരുടെ അമ്മാവനാണ്, അവരും ആ പള്ളിയിലുണ്ടായിരുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ വന്നത്. സ്ത്രീ പള്ളിയിൽ താമസിച്ച് ഇബാദത്ത് ചെയ്ത സംഭവമുള്ളൂ, അതിനെതിരൊന്നുമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വന്ന നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയരുതേ. ഈ ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഇങ്ങനെ എല്ലാ സ്വഹാഹുകളിലും എല്ലാ സുനനുകളിലും ഒരുപോലെ ഉദ്ധരിച്ചൊരു ഹദീസ്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒരുപോലെയുള്ള ഒരു ഹദീസ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ അള്ളാഹുവിൻ്റെ മകൻ ഇബ്നു ഉമറാണ്. പിന്നെ ബിലാലിൽ നിന്നുണ്ട്, അബൂ ഹുറൈറയിൽ നിന്നൊക്കെ ഉണ്ട്. ഈ ഹദീസിൽ പറയുന്നത് സ്ത്രീകൾക്ക് പള്ളി തടയാൻ പാടില്ല എന്നാണ്. വേറെ ഹദീസ്, ഇദസ്തഅ്ദൻതുകും നിസാഉകും ഇലൽ മസ്ജിദി ഫഅ്ദനൂ ലഹുന്ന, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിലേക്ക് അനുമതി ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും രണ്ടും ഹദീസല്ല,
ഏതാണ്ട് ഒരു 100-ലധികം ഹദീസുകളിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നും അവിടെ പള്ളി നമസ്കരിച്ച സംഭവങ്ങൾ അങ്ങനെ ഒരു 100-ലധികം ഹദീസുകളുണ്ട് സ്ത്രീകളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട്. ഒന്നും രണ്ടും അല്ല. നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ഹറാമാണെന്ന് പറയാൻ ലോകത്തൊരു പണ്ഡിതനും കഴിയില്ല. ഒരു പണ്ഡിതനും ഇത് പറഞ്ഞിട്ടുമില്ല. കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഫത്വയാണത്. സ്ത്രീകൾക്ക് പള്ളി ഹറാം. ലോകത്ത് ആരും അത് പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും ഇല്ല. ഈ സ്ത്രീകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിൽ വന്നിരുന്നു, അല്ല ഇഴ്തികാഫ് ഇരുന്നിരുന്നു. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നതിന് പുറമെ ഇഴ്തികാഫ് ഇരുന്നു. 5 നേരത്തെ നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ജുമാ നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഹിജ്റ 10-ാം വർഷത്തിലുണ്ടായ ഒരു ഗ്രഹണം, സൂര്യഗ്രഹണം, ആ ഗ്രഹണ നമസ്കാരത്തിൽ അസ്മാവ് അങ്ങനെ കുറേ വനിതകൾ പങ്കെടുത്തായിട്ട് ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വന്നിരുന്നു. പള്ളിക്ക് പുറത്ത് നടന്നിരുന്ന നമ്മൾ പറയുന്ന ഈദ്ഗാഹ് എന്ന് ഉറുദുവിൽ പറയുന്ന ആ ഈദ്ഗാഹുകൾ, മുസല്ല എന്നാണ് ഹദീസിൽ ഉപയോഗിക്കുന്നത്. ആ മുസല്ലകളിൽ സ്ത്രീകൾ വന്നിരുന്നു. ജനാസ നമസ്കാരങ്ങളിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. ഇവിടെ എന്തോ കാരണവശാൽ, സംഗതിവശാൽ ഇത് നമുക്ക് പറയാം, അങ്ങനെ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന് പറയുന്നുണ്ട്. ഇതൊരു ന്യായമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി ഈ സ്ത്രീകൾക്ക് പള്ളിയിൽ വരുന്നത് കേവലം ഒരു അനുവാദം മാത്രമല്ല, അവർക്കിത് പുണ്യകർമ്മമാണ്. പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ അവർക്ക് കൂലി കിട്ടും, പുണ്യകർമ്മവുമാണ്. പള്ളിയിൽ 5 നേരവും വരാൻ കഴിയുമെങ്കിൽ വരണം, ജുമായ്ക്ക് വരാൻ കഴിയെങ്കിൽ അത് വരണം. പുരുഷന്മാരെ പോലെ കഴിയില്ല, നിർബന്ധമല്ല എന്നേ ഉള്ളൂ. പക്ഷെ വന്ന് നമസ്കരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തംനഉ നിസാഅ ഹുലൂലഹുന്ന ഫിൽ മസ്ജിദ്. ഇമാം ബുഖാരി ഒക്കെ എല്ലാവരും ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താ ഹദീസിന്റെ അർത്ഥം? നിങ്ങളെ സ്ത്രീകളെ അവരുടെ പള്ളിയിലുള്ള വിഹിതം, അവകാശം നിങ്ങൾ തടയരുത് എന്നാണ്. ഹുലൂലഹുന്ന എന്ന് പറഞ്ഞാൽ അവർക്കുള്ള വിഹിതം നിങ്ങൾ തടയാൻ പാടില്ല, ഹല്ല് തടയാൻ പാടില്ല എന്ന്. അവർക്കുള്ള ഹല്ല് എന്താണ്? ഇവിടെ നമസ്കരിക്കണം, എഴുത്തിക്കാഫിരിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്കുണ്ട്. അവർക്കത് കൂലി കിട്ടേണ്ട കാര്യമാണ്, പുരുഷന്മാരെ പോലെ തന്നെ അതൊക്കെ അനുവദിക്കണം. അപ്പോൾ അവർക്കുള്ളൊരു വിഹിതമാണത്. ആ പള്ളി നമസ്കരിക്കാൻ വേണ്ടി അവർക്ക് വരാം, വന്ന് അവർക്ക് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീകൾ വന്നിരുന്നത് പുരുഷന്മാരുടെ നേരെ പിന്നിലെ സൊഫിലാണ്. പിന്നിലെ സൊഫിൽ എന്ന് പറഞ്ഞാൽ റസൂൽ മിമ്പറിൽ കയറി നിന്നാൽ സ്ത്രീകളടക്കം മുന്നിൽ കാണുമായിരുന്നു. ആ രൂപത്തിൽ സ്ത്രീകൾ ഇരുന്നിരുന്നത്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ ദരിദ്രമായ സാമ്പത്തികാവസ്ഥയാണുള്ളത്. നമ്മൾ പറയുന്ന ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ. ഇസ്ലാമിൻ്റെ ഒരു നിയമം, പുരുഷന്മാർ നമസ്കരിക്കുമ്പോൾ അവരുടെ പെരടി മറക്കാതെ നമസ്കരിക്കരുത് എന്ന. ലൈസഫിയാത്തിക്ക് പെരടിയിലൊന്നുമില്ലാതെ നമസ്കരിക്കരുതെന്ന. ഒരു തുണി മാത്രം ഉടുത്ത് നമസ്കരിക്കാൻ പറ്റില്ല. ആ ഒരു വസ്ത്രം പെരടി അടക്കം മറയുന്ന രൂപത്തിൽ, ചുമല് മറയുന്ന രൂപത്തിൽ ധരിക്കണമെന്നാണ്. നമ്മുടെ പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീടുകളിൽ നിന്നൊക്കെ ചേർന്ന് നിസ്കരിക്കുമ്പോൾ ഒരു തുണി മാത്രം എടുത്ത് നിസ്കരിക്കുക ശരിയാവില്ല. പുരുഷന്മാർ മറക്കേണ്ടത് പെരടി മറക്കുകയാണ്. പെരടി വസ്ത്ര തുണിക്ക് പുറമെ, നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ തുണി ഉടുക്കുന്നതിന് പുറമെ ചുമല് മറയുന്ന രീതിയിൽ ചുമല് മറച്ചിരിക്കണം എന്നാണ്. അപ്പം അങ്ങനെ മറക്കാൻ വസ്ത്രമില്ലാത്ത കാലമായിരുന്നു അത്. അത്ര ദരിദ്രമായിരുന്നു. അപ്പോൾ റസൂല് പറഞ്ഞു അവരോട്, പുരുഷന്മാർ നിങ്ങൾ ആ തുണി പെരടിയിലേക്ക് ഉടുക്കുക, അരയിൽ ഉടുക്കുന്നതിന് പകരം പെരടിയിലേക്ക് ഇങ്ങോട്ട് വലിച്ചു കെട്ടുക. അങ്ങനെ ആകുമ്പോൾ പെരടി മറിയും, ഒരു വസ്ത്രം ഏതാണ്ടൊക്കെ ശരീരം മറിയും. മുട്ടിനോളം മുട്ടിൻ്റെ താഴേക്ക് ഭാഗത്തിലെ അപ്പോഴേ വസ്ത്രം നിൽക്കുള്ളൂ, താഴേക്ക് നീണ്ടു നിൽക്കാൻ മാത്രം ഉണ്ടാവില്ല, കാരണം പെരടിയിലാണ് ഉടുക്കുന്നത്. അങ്ങനെ പുരുഷന്മാർ നമസ്കരിക്കാൻ വന്നു. പിന്നിലെ സൊഫിലും മുന്നിലെ സൊഫിലൊക്കെ അവർ നിസ്കരിക്കുന്നുണ്ട്. റസൂല് പറഞ്ഞു, സ്ത്രീകളെ, നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്, സ്ത്രീകളെ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, റസൂൽ അവരെ പഠിപ്പിക്കുകയാണ്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുരുഷന്മാർ തല ഉയർത്തി ഇരുന്നതിന് ശേഷമേ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. അവരുടെ പിൻഭാഗം നിങ്ങൾ കാണാൻ ഇടയാകും. അങ്ങനെ അവസ്ഥ വരരുത്. നിങ്ങൾ അല്പം തല ഉയർത്തുന്നത് അല്പം വൈകിയേ ചെയ്യാവൂ എന്ന് റസൂല് പറഞ്ഞു. എന്നിട്ടും റസൂൽ അവരോട് പള്ളിയിൽ വരണ്ട എന്ന് പറഞ്ഞില്ല.
അത് അന്നത്തെ സാഹചര്യം അതായിരുന്നു. എന്നിട്ടും റസൂൽ അവർ പള്ളിയിൽ വരണ്ട എന്നല്ല പറഞ്ഞത്. അവർ പുരുഷന്മാരുടെ സ്വഫിന്റെ നേരെ പിന്നിലായിരുന്നു സ്വഫ് നിന്നിരുന്നത്. നമ്മുടെ രാജ്യത്തൊക്കെ ലോകത്തെല്ലായിടത്തും ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ട് അവർക്ക് വേറെ വഴിയും വേറെ റൂമും വേറെ സൗകര്യങ്ങളൊക്കെ ആയി. വരുന്നതും പോകുന്നതും അറിയാത്ത മട്ടിൽ അകലങ്ങളുണ്ട്. അതൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ലായിരുന്നു. നേരെ പിന്നിൽ നിന്നുകൊണ്ടായിരുന്നു സ്ത്രീകൾ നമസ്കരിച്ചിരുന്നത്. മിമ്പറിലേക്ക് ഉമർ അള്ളാഹുവിന്റെ കാലത്ത് ചോദ്യം ചോദിച്ച സംഭവമൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. മിമ്പറിലേക്കാണ് ആ ചോദ്യം വന്നത്. മഹർ നിയന്ത്രിച്ചപ്പോൾ താങ്കൾക്ക് ആരാണ് അതിന് അധികാരം തന്നത് എന്ന് ചോദിച്ചത് മിമ്പറിലേക്കാണ് ആ ചോദ്യം വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലിന്റെ കാലത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ചില മനുഷ്യ ആണും പെണ്ണും കൂടുന്നിട്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും റസൂൽ അത് വിരോധിച്ചില്ല. സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു. അതാണ് ഒരു ഭാഗം. സ്ത്രീകൾക്ക് ആ പുണ്യം നിഷേധിക്കാൻ പാടില്ല എന്ന്. റമദാൻ മാസത്തിന്റെ ഫിഅശ്റിൽ അവാഖിരി ബിൻ റമദാൻ, അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമായിരുന്നു. പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കും. അവസാനത്തെ വർഷം അവസാനത്തെ 20 ദിവസം ഇരുന്നിട്ടുണ്ട്, മരിക്കുന്നതിന്റെ തലേ വർഷം. റസൂൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി, സ്വകാര്യതയ്ക്ക് വേണ്ടി പള്ളിക്കകത്ത് ചെറിയൊരു കൂടാരം പണിതു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ നബി അതിൻ്റെ ഉള്ളിലേക്കാണ് സുബഹി നിസ്കരിച്ച് കയറിയിരിക്കുന്നത്. ആളുകൾ വന്ന് നിസ്കരിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് സ്വകാര്യത കിട്ടണമല്ലോ, അതിനുവേണ്ടി റസൂൽ അങ്ങനെ ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു ആ കൂടാരം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹു നബിന്റെ മറ്റു ഭാര്യമാരൊക്കെ ഞങ്ങൾക്കും ഒന്നുണ്ടാക്കി തരുമെന്ന് ചോദിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ സൗകര്യം ചെയ്തു കൊടുത്തു. അവർക്ക് അവരുടെ സ്ത്രീകളുടെ ഭാഗത്ത് നബിന്റെ ഭാര്യമാര് ഓരോ കൂടാരം ഉണ്ടാക്കി അതിനകത്തിരുന്ന് എഴുത്തിക്കാഫിരുന്നു. അപ്പൊ നബിന്റെ ഭാര്യമാർ, ഒന്നിലധികം ഭാര്യമാർ, എല്ലാ ഭാര്യമാരും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ ഇത് കണ്ടു. റസൂൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? അപ്പൊ റസൂലെ, ഭാര്യമാരാണല്ലോ, പരസ്പര മത്സരം വരികയാണ്. ഭാര്യമാരാണ്, സ്ത്രീകളാണ്, അവർക്ക് പരസ്പരം മത്സരം വന്നു. അവര് പറഞ്ഞു, റസൂലെ ഞങ്ങൾ ഇഴ്തികാഫിരിക്കുകയാണ്. റസൂൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും പുണ്യ ഉദ്ദേശിച്ച് തന്നെയാണോ നിൽക്കുന്നത്? ഇവിടെ ഭാര്യമാർ തമ്മിലുള്ള മത്സരമാണ്. നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് പുണ്യം ഉദ്ദേശിച്ച് തന്നെയാണ്. അൽ ബിർറ തുരീദീൻ, നിങ്ങളെല്ലാവരും പുണ്യമാണോ ഉദ്ദേശിക്കുന്നത്? പൊളിച്ചു പോകാൻ പറഞ്ഞു റസൂൽ. എല്ലാവരും ഹൈമ കൂടാരൊക്കെ പൊളിച്ച് വിട്ടു പോയിക്കൊള്ളിയാണ്. റസൂലും എഴുത്തിക്കാഫ് നിർത്തി. പിറ്റേ വർഷം, ആ വർഷം ഷവ്വാലിലാണ് പിന്നെ റസൂൽ ഇരുന്നത്. ഇതിന് പകരം റസൂലിന് ഒരു ബാധ്യത ഉണ്ടായിരുന്നു, പകരം ഇരുന്നു. അവിടെ ഉദ്ദേശിക്കുന്ന ഒരു വാക്ക് നോക്ക്, നിങ്ങൾ പുണ്യമാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? സ്ത്രീകൾക്ക് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നത് പുണ്യമാണ് എന്നാണ്. ഈ തരം മത്സരം അതിന് പാടില്ല എന്നേ ഉള്ളൂ. നല്ല നിലക്ക് പള്ളിയിൽ വന്ന് എഴുത്തിക്കാഫിരിക്കാൻ സൗകര്യമുള്ളിടത്ത്, ഇരു ഹറമുകളിലും, മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും, മക്കയിലും മദീനയിലും റമദാൻ മാസത്തിൽ ധാരാളം സ്ത്രീകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടും ഇപ്പോഴും എഴുത്തിക്കാഫിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. എല്ലാവരും പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ നാട്ടിൽ മാത്രമുള്ളൊരു വിധിയാണ് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന് പറയുന്നത്. ഒരു തെളിവും ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഒരു ഭാഗമാണിത്. ഈ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയും ഒക്കെ അവർ ചെയ്തിരുന്നു. ധാരാളം പുണ്യം സമ്പാദിക്കാൻ വേണ്ടി അവർ അവസരവും നൽകിയിരുന്നു. ആ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി ഇതിലൊരു നിർദ്ദേശം നമ്മൾ പഠിക്കേണ്ട. റസൂലുള്ള പറഞ്ഞൊരു നിർദ്ദേശം, ഫൽ യഖ്റുജ്ന വഹുന്ന തഫിലാത്ത്. റസൂൽ പറയുന്നത്, സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോൾ അവർ അനാർഭാടമായി, ആർഭാടമില്ലാതെ വേഷവിധാനങ്ങളും സുഗന്ധങ്ങളും ഒക്കെ അധികം ഉപയോഗിച്ച് ഒരാകർഷകമായ രീതിയിൽ പള്ളിയിൽ വരാൻ പാടില്ല. സ്ത്രീകളുടേതായ അടക്കവും ഒതുക്കവും എല്ലാം അവർ സ്വീകരിച്ചിരിക്കണമെന്ന് റസൂൽ സ്വഫ് നിൽക്കുന്നതിനെ പറ്റി പറഞ്ഞു. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ. പുരുഷന്മാരുടെ സ്വഫുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഫ് ഒന്നാമത്തെ സ്വഫാണ്. വന്നാൽ ആദ്യം ഒന്നാമത്തെ സ്വഫിലാണ് ഇരിക്കേണ്ടത്. അതിനാണ് പുണ്യം കൂടുതലുള്ളത്. എന്നാൽ സ്ത്രീകളുടെ സ്വഫിനെ പറ്റി റസൂൽ പറയുന്നത് എന്താ അറിയോ? ഖൈറു സുഫൂഫിൻ നിസാ. സ്ത്രീകളുടെ സ്വഫുകളിൽ ഏറ്റവും നല്ലത് പിന്നിലെ സ്വഫാണെന്ന്. അതിന് കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത്
നേരെ പിന്നിലായിരുന്നു സ്ത്രീകൾ നിന്നിരുന്നത്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും നല്ല സൊഫ് പിന്നിലാണ്, പുരുഷന്മാരോട് അകന്ന സൊഫാണ് നല്ലത് എന്ന് പറഞ്ഞു റസൂലുള്ള. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകി. നോക്കൂ, സുബ്ഹിക്ക് പോലും മുത്തലഫ്യാത്തിൻ ബിമുറൂത്തിഹിന്ന, പുതച്ചു മൂടി സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു. അതെന്താ? അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം വെളിച്ചല്ല. പള്ളികളിൽ അന്ന് ചെറിയ തിരി ഏതെങ്കിലും ഒരു മൂലയിൽ കൊളുത്തി വെക്കും, എണ്ണത്തിരികൾ. അത് പരത്തുന്ന പ്രകാശമാണ് പള്ളിക്കകത്തുണ്ടാകുന്നത്. ആളുകൾ തിരിച്ചറിയില്ല. സുബഹിന്റെ സമയത്ത് പുറത്തിറങ്ങിയാലും തിരിച്ചറിയില്ല. ചിലപ്പോൾ ഇരുട്ടാണ് എല്ലായിടത്തും. നമ്മൾ ഈ കാണുന്ന റോഡുകളിൽ കാണുന്നത് പോലെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഫ്ലഡ് ലൈറ്റുകളില്ല, ഒന്നുമില്ല. ഒരു തിരി മാത്രം കൊളുത്തി വെക്കാണ് പള്ളിനകത്ത്. ആ ഇരുട്ടത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു. അവർ പുതച്ചു മൂടിക്കൊണ്ട് ശരീരം തിരിച്ചറിയാത്ത ഭാവത്തിൽ തിരിച്ചു പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഉമർ റളിയല്ലാഹു പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ജൂതൻ പിന്നിൽ നിന്ന് കത്തിക്കൊണ്ട് കുത്തിയത്. ഉമർ റളിയല്ലാഹു കൊല്ലപ്പെടുന്നത് അങ്ങനെയാണ്. ആ ഇരുട്ടിൽ ആരാണ് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. പിന്നിലെ സൊഫിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇരുട്ടുള്ള സാഹചര്യമാണ്. അന്നും സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു. റസൂൽ പറഞ്ഞു, രാത്രിയിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതും അവർ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടണം. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആതിക റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിന് കുത്തേൽക്കുന്ന സമയത്ത് പള്ളിയിലുണ്ടായിരുന്നു. ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് ഇതാണ്: സ്ത്രീകൾക്ക് പള്ളി തടയാൻ പാടില്ല. അവർക്ക് അവകാശപ്പെട്ട നമസ്കാരവും പുണ്യവും അവർക്ക് തടയാൻ പാടില്ല. അത് നമ്മൾ ഈ നാട്ടിൽ ഖുർആന്റെയും ഹദീസിന്റെയും സുന്നത്തിന്റെയും നബിചര്യയുടെയും അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ നമ്മൾ പ്രചരിപ്പിച്ചത് തന്നെയാണ്. അതിനടിസ്ഥാനത്തിൽ സ്ത്രീകൾ പള്ളിയിൽ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ നേട്ടവും സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് മതം പഠിക്കാൻ കഴിയുന്നുണ്ട്, ഖുതുബ കേൾക്കാൻ കഴിയുന്നുണ്ട്, മതവിവരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ആ സാഹചര്യം മതത്തിൻ്റെതായിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മളൊരു പുരോഗമനവും പരിഷ്കരണവും ഉണ്ടാക്കിയതല്ല. നമ്മൾ ആ കാര്യം പഠിക്കും. ഇപ്പോൾ അത് ചർച്ച വരുമ്പോൾ, അത്തരം ചില കേന്ദ്രങ്ങളിൽ ചർച്ച വരുമ്പോൾ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അത് കഴിയുന്നിടത്തോളം ഒക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കും.